തത്സമയം. അതിന് സമയം കഴിഞ്ഞപ്പോൾ അത് നിർത്തിവെച്ചു. അടുത്ത ദിവസത്തിൽ ഏകദേശം ഒരാഴ്ചനുള്ളിലോ അല്ലെങ്കിൽ ഒരു 10 ദിവസത്തിനുള്ളിലോ രണ്ടാമത് മുഷാവറ വിളിക്കാൻ തീരുമാനിച്ചു. അദ്ദേഹം ഇറങ്ങി പോകുമ്പോൾ ഇത് കൂടെ പറഞ്ഞിട്ടുണ്ട്, ഇനി ഒരുപാട് കത്തുകൾ ഉണ്ടല്ലോ, ആ കത്തുകൾ എന്നെ സംബന്ധിച്ച് മാത്രമല്ല ഒരുപാട് കത്തുകൾ വേറെയുണ്ട്, അതൊക്കെ ചർച്ച ചെയ്യാൻ ഒരുപാട് സമയമാവും. ഇപ്പം തന്നെ 2 മണിൻ്റെ അടുത്തായിട്ടുണ്ട്. ഇവിടെയൊക്കെ ഷുഗർ രോഗമൊക്കെയുള്ള ആൾക്കാരാണ് ഇതിലുള്ളത്. അപ്പോൾ ഇന്ന് നമ്മൾ തീർക്കാൻ സാധിക്കില്ല എന്നുള്ള നിലയ്ക്ക് അദ്ദേഹം പറഞ്ഞതാണ്. അതുകൊണ്ട് നമുക്ക് പിന്നീട് അടുത്തൊരു ദിവസം തന്നെ ഒരാഴ്ചയോ 10 ദിവസമോ കഴിഞ്ഞിട്ട് നമുക്ക് കൂടാമെന്ന് പറഞ്ഞിട്ടാണ് അദ്ദേഹത്തിൻ്റെ പോക്ക്. സമസ്ത പ്രസിഡന്റ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ അവറുകൾ ഈ 40 ആളും കള്ളന്മാരാണെങ്കിൽ ഞാനും അതിൽ പെട്ടല്ലോ, പിന്നെ ഞാനിവിടെ ഇരിക്കുന്നത് ശരിയല്ല എന്ന് പറഞ്ഞ് അദ്ദേഹം എണീറ്റു. ഇനി യോഗം നിങ്ങൾ നടത്തിക്കോളൂ, ഞാൻ പോവുകയാണെന്ന് പറഞ്ഞു. അങ്ങനെ പോയി എന്നുള്ളതാണ്. പ്രിയമുള്ള സഹോദരന്മാരെ, നാമെല്ലാം വളരെയധികം നമ്മളെല്ലാം പ്രയാസപ്പെടുത്തുന്ന എന്നാൽ അത്ഭുതപ്പെടുത്തുന്ന ചില വാർത്തകളാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ജിഫ്രി തങ്ങൾ നയിക്കുന്ന സമസ്തയിൽ വലിയ പ്രശ്നങ്ങളും കോലാഹലങ്ങളുമൊക്കെയാണ് വാർത്തകളിലൂടെ നാം അറിയുന്നത്. അതിന് പ്രധാനമായിട്ടും ആദ്യമായിട്ട് നാം അത്ഭുതത്തോടെ കണ്ട വാർത്ത ഇതായിരുന്നു. തത്സമയം. അതിന് സമയം കഴിഞ്ഞപ്പോൾ അത് നിർത്തിവെച്ചു. അടുത്ത ദിവസത്തിൽ ഏകദേശം ഒരാഴ്ചനുള്ളിലോ അല്ലെങ്കിൽ ഒരു 10 ദിവസത്തിനുള്ളിലോ രണ്ടാമത് മുഷാവറ വിളിക്കാൻ തീരുമാനിച്ചു. ഇന്ന് ചർച്ച തുടങ്ങിയിട്ടുള്ളൂ. അതിലേക്ക് എത്തി മുഴുവൻ അത് പൂർത്തിയാക്കാൻ കഴിഞ്ഞില്ല. അത് നിങ്ങൾക്ക് തന്നെ അറിയാലോ. അപ്പം അതന്നെ നിങ്ങൾ പറഞ്ഞല്ലോ, പിന്നെ പല പരാതികളും വന്നിട്ടുണ്ട് നിങ്ങൾ അറിഞ്ഞല്ലോ. അപ്പം നിങ്ങൾക്ക് അറിയാലോ പല പരാതിയും വന്നിട്ടുണ്ട്. 2 ഭാഗത്തുനിന്നുള്ള അതന്നെ അതായിരിക്കും നിങ്ങൾ ചോദിച്ചല്ലോ. ഇപ്പോൾ നിങ്ങൾ ഏത് പരാതി എന്ന് ചോദിച്ചത്, ആ പരാതിനെ പറ്റിയാണ് ഞാൻ പറയുന്നത്. അല്ല, അതിൽ പല പരാതികളുണ്ട്, അത് ഞാൻ അടുത്ത് പറയണല്ലോ. അപ്പം അന്ന് പറയാം. എല്ലാം അതിൽ പെട്ട് എല്ലാത്തിനെ സംബന്ധിച്ചും ഉള്ള പരാതികളുണ്ട്. ആ പരാതികൾ വിശദമായി അതിന് മാത്രം സംഘടിപ്പിക്കുന്ന ഒരു മുഷാവറയിൽ ചർച്ച ചെയ്യും. എല്ലാം പറഞ്ഞല്ലോ ഇപ്പൊ നിങ്ങളോട്. മിനി ഇങ്ങനെ പറഞ്ഞ് ചോദിക്കേണ്ടത് ഇപ്പൊ പറഞ്ഞില്ലേ, അതിന് മറുപടി കഴിഞ്ഞു. അത് കഴിഞ്ഞു. പിന്നെ അതിന് അടുത്ത് നമുക്ക് ഇത് ഉണ്ടാവും. 15 ദിവസം കഴിഞ്ഞിട്ടുണ്ടാവുമല്ലോ, അല്ലെങ്കിൽ 15 ദിവസത്തിനുള്ളിൽ ഉണ്ടാവും. അന്ന് അതിന് മറുപടി പറയും. പ്രധാന തീരുമാനം 1991 സെപ്റ്റംബർ 18 രാജ്യത്തിൽ നിലനിൽക്കുന്ന ആരാധനാലയ സംരക്ഷണ നിയമം സംരക്ഷിക്കപ്പെടണം. അതിന് സമസ്തകളുടെ ജമിയത്തുൽ ഉലമ സുപ്രീം കോടതിയിൽ കക്ഷി ചേർന്നിട്ടുണ്ട്. അതാണ് ഒന്ന്. പിന്നെ അങ്ങനത്തെ എല്ലാം നിങ്ങളോട് പറയാൻ പറ്റില്ലല്ലോ. അങ്ങനെ നിങ്ങളോട് ഇരുത്താലോ. നിങ്ങളോട് പറയാനുള്ളത് പറഞ്ഞല്ലോ. അതൊക്കെ നീ പെട്ടതാണ്. അതൊക്കെ നമ്മൾ പിന്നെ പറയുമെന്ന് പറഞ്ഞല്ലോ. സുപ്രഭാതത്തിൽ വന്ന പരസ്യങ്ങൾ അടക്കമുള്ളത് ചർച്ചയ്ക്ക് വിധേയമാക്കും. അടുത്ത 10 ദിവസം അത് ഒരു വട്ടം പറഞ്ഞു നിങ്ങളോട്. തീയതി തീരുമാനിച്ചിട്ടില്ല. അതൊന്ന് മലപ്പുറത്ത് പറഞ്ഞല്ലോ. അത് വീണ്ടും തുടരുന്നത് നിർത്തിവെച്ചിട്ടില്ല എന്നല്ലേ. അത് പിന്നെ അടുത്ത് നടത്തുന്നല്ലേ പറഞ്ഞത്. അല്ല, അതൊക്കെ നമ്മൾ അതിൻ്റെ ഒരു നല്ല നിൽക്കാനെല്ലാം തീരുമാനിക്കുന്നു അന്ന് അവിടുന്ന് പറഞ്ഞല്ലോ ഞാൻ. പിന്നെന്താ ചോദിക്കാൻ. ഇല്ല, ഭിന്നത ഇല്ലാന്ന് ഞാൻ അന്നോളും പറഞ്ഞല്ലോ. ഒന്നും പറഞ്ഞല്ലോ ഭിന്നത ഇല്ലാന്ന്. പിന്നെന്താ? അല്ല, അതിനെ പറ്റിയുള്ള തീരുമാനമില്ല ഞങ്ങളോട് പറഞ്ഞത്. സമാന്തരം അല്ല എന്തോ ആവട്ടെ, ആ വിഷയത്തിനെ സംബന്ധിച്ച് അടുത്ത 15 ദിവസത്തിൻ്റെ 10 ദിവസത്തിനുള്ളിൽ രണ്ടാമത് മുഷാവറയെന്ന് തീരുമാനിക്കുന്നു. അപ്പോൾ ഇതായിരുന്നു ഇന്നത്തെ വാർത്ത. അതിൽ ജിഫ്രി മുത്തുക്കോയ തങ്ങളെ, മുഷാവറ യോഗം കഴിഞ്ഞിറങ്ങുന്ന ജിഫ്രി മുത്തുക്കോയ തങ്ങളെ പത്രക്കാരെല്ലാം ചാനലുകാരെല്ലാം വളഞ്ഞുകൊണ്ട് ചോദിച്ചു, ഇന്നത്തെ യോഗത്തിൽ വല്ല പ്രശ്നങ്ങളോ ഭിന്നതയോ ഒറ്റ ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഇല്ല, ഒരു പ്രശ്നമില്ല എന്നവിടെ പറഞ്ഞു. അതോടൊപ്പം തന്നെ പറഞ്ഞു, കുറച്ചുകൂടെ കത്തുകൾ നോക്കാനുണ്ട്. അതായത് വിമർശനങ്ങൾ വന്ന കത്തുകളൊക്കെ നോക്കാനുണ്ട്, പരിശോധിക്കാനുണ്ട്. സമയം തികയാതെ വന്നപ്പോൾ മാറ്റിവെച്ചതാണെന്ന് പറഞ്ഞു. ഏതാണ് ഈ പ്രശ്നങ്ങൾ എന്നുള്ളത് മറ്റൊരു വിഷയമാണ്. അതായത് നമ്മുടെ ഫതുഹുൽ മുഈനിലൊക്കെയുള്ള, അതുപോലെ നമ്മുടെ തുഹ്ഫയിലും അങ്ങനെ നമ്മുടെ ഫിഖഹിന്റെ ഗ്രന്ഥങ്ങളിലൊക്കെയുള്ള ഖാദിക്ക് വിവരം വേണം എന്ന് പറഞ്ഞതാണ് ഒന്നാമത്തെ പ്രശ്നം. രണ്ടാമത്തേത് സമസ്തയുടെ സ്ഥാപക ലക്ഷ്യമാകുന്ന ബിദായികളുമായിട്ടുള്ള ബന്ധം. അത് പാർട്ടി ബേസ് ആണെങ്കിലും കുടുംബ ബേസ് ആണെങ്കിലും തറവാട് ബേസ് ആണെങ്കിലും വഹാബികളുമായിട്ട് അകന്നു നിൽക്കണമെന്നാണ് സമസ്തയുടെ സ്ഥാപക ലക്ഷ്യം. അത് വ്യക്തമായി പറഞ്ഞതിന്റെ പേരിലാണ് രണ്ടാമത്തെ വിമർശനം. അപ്പൊ ഏതായിരുന്നാലും
അങ്ങനത്തെ ചില വിമർശനങ്ങളുള്ള കത്തുകളാണ് നോക്കാനിരിക്കുന്നത്. അത് നോക്കിയിട്ടില്ല, അത് നോക്കും എന്നാണ് ബഹുമാനപ്പെട്ട പരമോന്നത സമസ്തയുടെ നിലവിലുള്ള നേതാവ് പറഞ്ഞത്. എന്നാൽ സമസ്ത യോഗത്തിലുള്ള തീരുമാനങ്ങൾ മാത്രമാണ് പുറത്തേക്ക് വരാറുള്ളത്. എന്നാൽ ആ തീരുമാനത്തിന് പുറമെ അതിൽ നടന്ന ചില സംഭവ വികാസങ്ങൾ ആരോ പുറത്തു പറഞ്ഞു. ചുരുക്കി പറഞ്ഞാൽ തങ്ങൾ ഇവിടെ പറഞ്ഞത് പ്രശ്നങ്ങളൊന്നുമില്ല, അടുത്ത് തന്നെ അടുത്തൊരു യോഗം ചേരും, അതിൽ മറ്റു ബാക്കിയുള്ള വിമർശനങ്ങളെല്ലാം പരിശോധിക്കുമെന്നവിടെ വ്യക്തമായിട്ട് തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ഇതിന് വൈരുദ്ധ്യമായിട്ട് നമ്മുടെ ബഹാവുദ്ദീൻ നദ്വി ഉസ്താദ് മറ്റൊരിടത്ത് പറയുന്നത് നിങ്ങളൊന്ന് കേട്ടു നോക്കൂ. മുതിർന്ന അംഗമായ ഡോക്ടർ ബഹാവുദ്ദീൻ മുഹമ്മദ് നദ്വി ആമുഖ ഭാഷണത്തിന്റെ അവസാന ഭാഗത്ത് അദ്ദേഹം ഉണർത്തിയിരുന്നു ഉമർ ഫൈസിയെ പറ്റിയുള്ള ചില ചർച്ചകൾ വരാൻ പോകുന്നുണ്ട്, അപ്പോൾ ഉമർ ഫൈസി ഒന്ന് മാറിയിരിക്കണം. അങ്ങനെ ഒരു 1.5 മണിക്കൂർ പ്രൊസീഡിങ്സ് യോഗത്തിൻ്റെ നടപടികളൊക്കെ തുടർന്ന് പോയി. പിന്നെ ഈ വിഷയത്തിലേക്ക് കടന്നപ്പോൾ വീണ്ടും അദ്ദേഹം ഉണർത്തി. അദ്ദേഹം എന്ന് പറഞ്ഞാൽ ജിഫ്രി തങ്ങൾ ഉമർ ഫൈസിയെ പറ്റിയുള്ള ചർച്ചകൾ വരുന്നുണ്ട്, അപ്പോൾ അതുകൊണ്ട് ഉമർ ഫൈസി ഒന്ന് മാറിയിരിക്കുകയാണ് വേണ്ടതെന്ന്. അദ്ദേഹം പിന്നെ അതിന് വഴങ്ങിയില്ല. ഞാൻ ഇവിടെ തന്നെ ഇരുന്നോളാം, ഞാൻ പുറത്ത് പോകുന്നില്ല, ഞാൻ ഇവിടെ ഇരുന്നുകൊണ്ട് നിങ്ങൾക്ക് കുഴപ്പമൊന്നുണ്ടാവില്ല, നിങ്ങൾ ഉദ്ദേശമാരി നിങ്ങൾ ചർച്ച തുടർന്നോളൂ എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, പ്രസിഡന്റ് പറഞ്ഞ സ്ഥിതിക്ക് നിങ്ങൾ മാറിയിരിക്കുകയാണ് വേണ്ടതെന്ന് പറഞ്ഞു. സമസ്ത പ്രസിഡന്റ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ അവർകൾ ഈ 40 ആളും കള്ളന്മാരാണെങ്കിൽ ഞാനും അതിൽ പെട്ടല്ലോ, പിന്നെ ഞാനിവിടെ ഇരിക്കണത് ശരിയല്ല എന്ന് പറഞ്ഞ് അദ്ദേഹം എണീറ്റു. ഇനി യോഗം നിങ്ങൾ നടത്തിക്കോളൂ, ഞാൻ പോവുകയാണെന്ന് പറഞ്ഞു. അങ്ങനെ പോയി എന്നുള്ളതാണ് സംഭവം. ഉമർ ഫൈസിയുടേത് അച്ചടക്ക നടപടി വിളിച്ചു വരുത്തുന്ന പെരുമാറ്റമാണ്. അതിന് വഴങ്ങാൻ അദ്ദേഹം വിധേയനാകാതിരിക്കുകയാണ്. അതിനാണ് ധിക്കാരെന്ന് പറയല്. പുറത്ത് നിൽക്കണം. പുറത്ത് നിന്നില്ലെങ്കിൽ ആ കുട്ടികളെ, ക്ലാസ്സിലുള്ള കുട്ടികളെ മുമ്പിൽ വെച്ച് ഗുരുനാഥനെ അവഹേളിക്കലല്ലത്. അച്ചടക്ക ലംഘനാന്നുള്ളതിനെ എവിടെയും പോയി ചോദിക്കണം. അങ്ങനെയാണെങ്കിൽ ഉമർ ഫൈസിക്കെതിരെ നടപടി കൂടി വേണ്ടതല്ലേ? വേണ്ടതാണ്, ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുക. ഇറങ്ങിപ്പോക്കുണ്ടായിട്ടില്ലെന്ന് സമസ്ത ഓഫീസിന് ഇറക്കിയ വാർത്താക്കുറിപ്പിനെ കുറിച്ചുള്ള പ്രതികരണം ഇങ്ങനെ: ഞാൻ അംഗീകരിക്കണില്ലല്ലോ, കാരണം അവിടെ നടന്നതിന് എതിരാണ് ആ കത്തിലുള്ളത്. യോഗം തുടങ്ങുന്നത് മുതൽ അവസാനം തങ്ങൾ എണീറ്റ് പോകുന്നത് വരെ ഞാൻ അവിടെ തന്നെ ഉണ്ട്, യോഗ സ്ഥലത്തുണ്ട്. പിന്നെ അത് വിശ്വസിക്കാൻ എന്നെ കിട്ടൂല്ലോ. മുഷാവറംഗം തന്നെ ഇറങ്ങിപ്പോക്ക് സ്ഥിരീകരിച്ചതോടെ ഉമർ ഫൈസിക്കെതിരെ നടപടി ആവശ്യം ശക്തമായി. സംഭവങ്ങളെ നിഷേധിച്ച വാർത്താക്കുറിപ്പ് ആരുടെ നിർദ്ദേശപ്രകാരമാണ് പുറത്തുവന്നെന്ന ചോദ്യവും ഇതോടൊപ്പം ഉയർന്നിട്ടുണ്ട്. അപ്പോ യോഗത്തിൽ എന്തോ പ്രശ്നമുണ്ട് എന്നുള്ളത് വ്യക്തമായി. എന്നാൽ ഇവിടെ ബഹാവുദ്ദീൻ നദ്വി ഉസ്താദ് പറയുന്ന ചില ആരോപണങ്ങൾ വളരെ ഗുരുതരമാണ്. കാരണം നേരത്തെ നമ്മുടെ ജിഫ്രി തങ്ങൾ പറഞ്ഞതിനോട് കടകവിരുദ്ധമായിട്ടാണ് ഇപ്പോ ബഹാവുദ്ദീൻ നദ്വി ഉസ്താദ് പറയുന്നത്. ബഹാവുദ്ദീൻ നദ്വി ഉസ്താദ് പറയുന്നത് ജിഫ്രി തങ്ങൾ പറഞ്ഞതിനോട് എതിരാകുന്നുണ്ട്. കാരണം ജിഫ്രി തങ്ങൾ പറഞ്ഞത് എന്താ, ഇവിടെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല, അവിടെ കുഴപ്പങ്ങളൊന്നുമില്ല, നോക്കാനുള്ള സമയമുണ്ട്, നോക്കാൻ സമയം തികഞ്ഞില്ല, പ്രശ്നങ്ങളുടെ കത്തുകളൊന്നും നോക്കാൻ സമയം തികഞ്ഞില്ല, അതുകൊണ്ട് അടുത്ത ദിവസത്തേക്ക് മാറ്റിവെച്ചു എന്നാണ് ജിഫ്രി തങ്ങൾ പറഞ്ഞ് നിങ്ങൾ കേട്ടു. എന്നാൽ ഇവിടെ ബഹാവുദ്ദീൻ നദ്വി ഉസ്താദ് പറയുന്നത് അങ്ങനെയല്ല, ജിഫ്രി തങ്ങൾ ഇറങ്ങിപ്പോയതാണെന്നാണ് നമ്മുടെ ബഹാവുദ്ദീൻ നദ്വി ഉസ്താദ് പറയുന്നത്. സത്യത്തിൽ ഇവിടെ എന്താണ് സംഭവിച്ചത്? എന്നാൽ ഇതിനേക്കാൾ വലിയ അച്ചടക്ക ലംഘനമാണ്, എന്നാൽ ഈ പറയുന്നതിനേക്കാൾ വലിയ അച്ചടക്ക ലംഘനമാണ് മുഷാവറ യോഗത്തിൽ നടന്ന സംഭവങ്ങളെല്ലാം വിളിച്ചു പറയുക എന്നുള്ളത്. അതാരാണ് ആദ്യം പറഞ്ഞത് എന്നാണ് വിഷയം. അത് കണ്ടുപിടിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഏതായാലും കണ്ടുപിടിക്കാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിലും ഇല്ലെങ്കിലും ഇദ്ദേഹം ഇവിടെ പറഞ്ഞതും ആ രഹസ്യം തന്നെയാണ്. ഏതായിരുന്നാലും ഇപ്പോ ബഹാവുദ്ദീൻ നദ്വി ഉസ്താദ് പറയുന്നത് നമ്മുടെ ഉമർ ഫൈസി മുക്കം ഉമർ ഫൈസി ഉസ്താദ് പറയുന്നത് കള്ളൻ എന്നുള്ളൊരു പരാമർശം നടത്തിയിട്ടുണ്ട് എന്നാണ്. അങ്ങനെ ഒരു പരാമർശം നടത്തിയിട്ടുണ്ടെങ്കിൽ അത് ഉമർ ഫൈസി തന്നെ അത് വ്യക്തമായിട്ട് പറയേണ്ടത് ഉമർ ഫൈസിയുടെ ബാധ്യതയാണ്. ഉമർ ഫൈസി മുക്കം ഉസ്താദ് എന്താണ് പറയുന്നത് എന്ന് നമുക്കൊന്ന് കേട്ടു നോക്കാം. സമസ്ത കേരള ജമിയത്തുൽ ഉലമ കേരളത്തിലെ ആധികാരിക സുന്നി പണ്ഡിത സംഘടനയാണ്. എല്ലാ 2 മാസം കൂടുമ്പോഴും അതിൻ്റെ മുഷാവറ യോഗം എന്ന് പറയുന്ന സിറ്റിംഗ് നടത്താറുണ്ട്. ഇന്നലെ അതിൻ്റെ സിറ്റിംഗ് നടന്നു. ആ സിറ്റിംഗ് സംബന്ധമായിട്ട് കുറേ കാര്യങ്ങൾ ചർച്ച ചെയ്തു, തീരുമാനിച്ചു. ആ തീരുമാനങ്ങളൊക്കെ ക്രോഡീകരിച്ച് സാധാരണ പോലെ തന്നെ ഉത്തരവാദിത്തപ്പെട്ട പ്രസിഡന്റോ സെക്രട്ടറിയാണ് ഇതിൻ്റെ കാര്യങ്ങൾ പുറത്തേക്ക് വിടാറുള്ളത്. അത് പ്രകാരം അവിടെ പ്രധാനമായും 3-4 കാര്യങ്ങളാണ് എടുത്തത്. അത് ബഹുമാനപ്പെട്ട പ്രസിഡന്റ് സയ്യിദ് ഉലമ തങ്ങൾ അവറുകൾ മീഡിയകളൊക്കെ വിളിച്ച് വളരെ വിശദമായി പറഞ്ഞു കൊടുത്തു. അങ്ങനെ സന്തോഷത്തോടു കൂടെ പിരിഞ്ഞതാണ്. സാധാരണ ചെയ്യേണ്ടത് അങ്ങനെയാണ്. അതുപോലെ തന്നെയാണ് കഴിഞ്ഞ പ്രാവശ്യം ചെയ്തത്. അതിനുശേഷം അവിടെ
യോഗത്തിൽ പല സംഗതികളും ഉണ്ടാവാറുണ്ട്. എല്ലാ യോഗത്തിലും ഉണ്ടാവും. ചർച്ചകളും അഭിപ്രായങ്ങളും ഒക്കെ ഉണ്ടാവാറുണ്ട്. അതിൻ്റെ തീരുമാനങ്ങളാണ്. അതിൽ നടന്ന ചർച്ചകളൊന്നും പിന്നെ റിലീസ് കൊടുക്കാറില്ലല്ലോ. ഒരു യോഗത്തിനും കൊടുക്കാറില്ല. തീരുമാനങ്ങളാണ് അറിയിച്ചിട്ടുണ്ട്. അതിൻ്റെ പുറമെ യോഗത്തിൽ നടന്ന പരിപാടികൾ വേറെ ആരും വിശദീകരിക്കേണ്ടതില്ല, വിശദീകരിക്കാൻ പാടില്ല. അങ്ങനെയാണ് ചട്ടം. ബഹുമാനപ്പെട്ട തങ്ങൾ വളരെ വിശദമായ ആ കാര്യങ്ങൾ, തീരുമാനങ്ങളൊക്കെ വിശദീകരിച്ചതിന് ശേഷം വേറെ ഒരാൾ അതിൽ കുറേ കൂട്ടിച്ചേർത്തുകൊണ്ട് അതൊന്നുമല്ല, കുഴപ്പങ്ങൾ നടന്നിട്ടുണ്ട് എന്നൊക്കെ പറയുന്ന ഒരവസ്ഥ, അല്ലെങ്കിൽ അവിടെ നടന്ന ചർച്ചകളൊക്കെ ഇന്നതൊക്കെയാണെന്ന് പറയുന്ന ഒരവസ്ഥ, അത് അച്ചടക്കത്തിന് യോജിച്ചതല്ല. ഏതൊരു പ്രസ്ഥാനത്തിന് അച്ചടക്കത്തിന് യോജിച്ചതല്ല. അത് പറയേണ്ടവർ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതോടുകൂടെ അത് അവസാനിക്കലാണ്. എന്നാൽ ഈ കഴിഞ്ഞ യോഗത്തിൽ ദൗർഭാഗ്യമെന്ന് പറയട്ടെ, എൻ്റെ ഒരു സ്നേഹിതനും അതേപ്രകാരം തന്നെ ഞാൻ വളരെ ആദരിക്കുന്ന, വളരെ ബന്ധപ്പെട്ടുകൊണ്ട് കാര്യങ്ങളൊക്കെ നിർവഹിക്കുന്ന സഹപ്രവർത്തകൻ ബഹുമാനപ്പെട്ട ബഹാവുദ്ദീൻ നദ്വി ചാനലുകാരോട് ചില സംഗതികൾ പറഞ്ഞു. അദ്ദേഹം ചെയ്യാൻ പാടില്ലാത്തതായിരുന്നു. അദ്ദേഹം വലിയ സ്ഥാനങ്ങളൊക്കെ വഹിക്കുന്ന ആളാണ്. അദ്ദേഹത്തിൻ്റെ സ്ഥാനത്തോട് യോജിച്ചതല്ല. ആ നിലക്കാണ് ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ ഈ വീഡിയോയുമായിട്ട് പ്രത്യക്ഷപ്പെടുന്നത്. അദ്ദേഹത്തിൻ്റെ വീഡിയോയിൽ കാര്യമായി പരാമർശിച്ചത് എന്നെ സംബന്ധിച്ചാണ്. അതുകൊണ്ട് യോഗത്തിൽ നടന്ന സംഗതിയുമായി ഞാനൊന്നും പറയേണ്ടതില്ല. അത് ഞാൻ യോഗം കഴിഞ്ഞ ഉടനെ തന്നെ ചാനലുകാർ എന്നോട് കണ്ടപ്പോൾ പറഞ്ഞിരുന്നു എന്തെങ്കിലും പറയാൻ. ഞാൻ പറഞ്ഞു, ബഹുമാനപ്പെട്ട തങ്ങൾ ആധികാരികമായി പറഞ്ഞതിന് ശേഷം പിന്നെ എനിക്കൊന്നും പറയാനില്ല എന്ന് ചാനലുകാരോട് ഞാൻ പറഞ്ഞതാണ്. അതിനാണ് ഇപ്പോൾ എനിക്ക് പറയാനുള്ളത്. അതിൽ നടന്ന സംഭവങ്ങളെക്കുറിച്ച് പലതും ചർച്ചകൾ നടക്കും. അതിനെ സംബന്ധിച്ചൊന്നും പറയാൻ ഞാൻ തയ്യാറല്ല. എനിക്കതിൻ്റെ ആവശ്യവുമില്ല, അധികാരവുമില്ല. എന്നാൽ എന്നെ സംബന്ധിച്ച് എൻ്റെ സ്നേഹിതൻ പരാമർശിച്ച പരാമർശങ്ങൾ വീഡിയോകളിലൊക്കെ വളരെ മോശമായ നിലയിൽ സമസ്തക്ക് അപമാനമുണ്ടാക്കുന്ന രൂപത്തിലും ബഹുമാനപ്പെട്ട സയ്യിദുൽ ഉലമായ അപമാനിക്കുന്ന രൂപത്തിലും ചട്ടങ്ങൾക്ക് വിരുദ്ധമായ നിലയിലും അദ്ദേഹം അതൊക്കെ വെളിപ്പെടുത്തി എന്നുള്ളത് വളരെ ഗുരുതരമായ ഒരു പ്രവർത്തനമാണ്. അത് സഹിക്കാനും പൊറപ്പിക്കാനും പറ്റിയതല്ല. അതുകൊണ്ട് എന്നെ സംബന്ധിച്ച് പറഞ്ഞ കാര്യങ്ങൾ അത് എനിക്ക് കുറച്ച് ക്ലാരിഫിക്കേഷൻ തരേണ്ട ആവശ്യം എനിക്കുണ്ടെന്ന് മനസ്സിലാക്കിക്കൊണ്ട് മാത്രമാണ്. യോഗത്തിൻ്റെ അകത്തുള്ള വിഷയത്തിനല്ല, പുറത്ത് അദ്ദേഹം പറഞ്ഞ സംഗതിയെക്കുറിച്ചാണ് ഞാൻ പരാമർശിക്കുന്നത്. പുറത്ത് അത് പറഞ്ഞപ്പോൾ ജനങ്ങളുടെ തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്ന പല കാര്യങ്ങളുണ്ട്. അത് തിരുത്താൻ വേണ്ടി കൂടിയാണ്, വേറൊരു ഉദ്ദേശം എനിക്കില്ല. അതിൽ അദ്ദേഹം പറഞ്ഞത്, എന്നെ സംബന്ധിച്ചിടത്തോളമുള്ള കുറേ കത്തുകൾ ഉണ്ട്. അനുകൂലമായ കത്തുണ്ട്, പ്രതികൂലമായ കത്തുണ്ട്. കാര്യമായ അജണ്ടകളൊക്കെ തീരുമാനിച്ചതിന് ശേഷം കത്തുകളുടെ ചർച്ചകളിലേക്ക് വന്നു. കുറേ കത്തുകൾ വായിച്ചു, അനുകൂലമുള്ളതും അല്ലാത്തതൊക്കെ വായിച്ചു. അതിനുശേഷം ബഹുമാനപ്പെട്ട പ്രസിഡന്റ് തങ്ങളവറുകൾ സാധാരണ ഒരു മര്യാദ നിലയ്ക്ക് ഒരാളെക്കുറിച്ച് പരാമർശിക്കുമ്പം അദ്ദേഹത്തെ മുൻനിർത്തിക്കൊണ്ട് ചർച്ച ചെയ്യുന്ന ഒരു സുഖമല്ലല്ലോ എന്ന നിലയ്ക്ക് എന്നോടൊന്ന് ഈ അവസരത്തിൽ നിന്ന് മാറി നിൽക്കാൻ വേണ്ടി പറഞ്ഞു. എനിക്കതിന് അസാരശൊന്നും ഉണ്ടായില്ല. പക്ഷേ എനിക്ക് തോന്നി, ഈ കത്തുകളൊക്കെ എന്നെക്കുറിച്ച് മോശമായ കുറേ കത്തുകളുണ്ടല്ലോ, കുറേ കള്ളത്തരങ്ങളൊക്കെ അതിലുണ്ടായിരിക്കുമെന്ന്, കുറ്റാരോപണങ്ങൾ, ഞാൻ ചെയ്യാത്ത ബന്ധപ്പെടാത്ത കാര്യങ്ങളൊക്കെ അതിലുണ്ടായിരിക്കുമെന്ന ബോധത്തോടു കൂടി തന്നെ ഞാൻ പറഞ്ഞു. അത് പറയുമ്പോൾ ഞാൻ കേട്ട് തെറ്റും ശരിയും വേർതിരിക്കാൻ ഞാനത് കേട്ടിരിക്കല്ലേ വേണ്ടത്. ഞാൻ നിങ്ങൾക്ക് ശല്യമൊന്നും ഉണ്ടാക്കാത്ത നിലയ്ക്ക് ഞാനത് കേട്ട് ഞാൻ മറുപടി തിരുത്തേണ്ടത് ഞാൻ തിരുത്താൻ ഞാൻ ഇവിടെ ഇരിക്കാം, അതല്ലേ ഭംഗി. എന്ന് മാത്രമല്ല, കഴിഞ്ഞ കാലങ്ങളിലൊക്കെ അങ്ങനെയാണല്ലോ നമ്മൾ ചെയ്തു പോകുന്നതും. മെമ്പർമാരിൽ ആരെങ്കിലും കുറിച്ച് ആരോപണം ഉണ്ടായിക്കഴിഞ്ഞാൽ അത് കേട്ട് ആ സദസ്സിൽ തന്നെ വെച്ച് അദ്ദേഹത്തിന് അതിനെന്തെങ്കിലും മറുപടി പറയാനുണ്ടെങ്കിൽ മറുപടി പറയലാണല്ലോ. അങ്ങനെയാണ് നമ്മൾ കീഴ്വഴക്കം. അങ്ങനെ നടന്ന ചില ഉദാഹരണങ്ങളൊക്കെ ഞാൻ പറഞ്ഞു കൊടുക്കുകയും ചെയ്തു. ഇത് കേട്ട സദസ്സ് അത് ശരിയാണല്ലോ, അദ്ദേഹം അവിടെ ഇരുന്നോട്ടെ എന്ന് സദസ്സിൽ പലരും പറഞ്ഞു. അപ്പം ബഹുമാനപ്പെട്ട അധ്യക്ഷൻ തങ്ങളവറുകൾ പറഞ്ഞു, അങ്ങനെ നിങ്ങൾക്ക് എല്ലാവർക്കും അഭിപ്രായമാണ് ഇരുന്നോട്ടെ എന്ന നിലയ്ക്ക് തന്നെയാണ് പറഞ്ഞത്. അങ്ങനെ ഞാൻ അവിടെ ഇരുന്നു. അങ്ങനെ കത്ത് വായിക്കാൻ തുടങ്ങിയപ്പോൾ എൻ്റെ സ്നേഹിതൻ നദ്വി ഉസ്താദ് പറഞ്ഞു, നിങ്ങളോട് അധ്യക്ഷൻ ഇറങ്ങിപ്പോവാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, അത് കേൾക്കലല്ലോ മര്യാദ എന്നോട് ചോദിച്ചു. അപ്പോൾ അത് വളരെ ഗൗരവത്തിൽ ഒരു ശാസനാരൂപത്തിലാണ് അദ്ദേഹത്തിൻ്റെ വർത്താനം. അപ്പോൾ ഇതിൻ്റെ മുമ്പ് ഇവിടെ സദസ്സിൽ പറഞ്ഞതും തങ്ങൾ അനുവാദം തന്നതും ഒക്കെ മനസ്സിലാക്കാത്ത രൂപത്തിലാണ് അദ്ദേഹത്തിൻ്റെ വർത്തമാനം. അപ്പോൾ അതിന് ഞാനും അദ്ദേഹവുമായിട്ട് കുറച്ച് വാക്കുകളൊക്കെ നടന്നിട്ടുണ്ട്. ആ വാക്കുകളിൽ ഞാൻ എനിക്കെതിരായിട്ടുള്ള കള്ളത്തരങ്ങൾ എഴുതിയ കത്തുകൾ ചില കള്ളന്മാർ ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്, അത് കേൾക്കാനാണ് ഞാൻ ഇരിക്കുന്നത് എന്ന് ഞാൻ പറഞ്ഞു. ആ പദം ഇദ്ദേഹം ചാനൽക്കാരോട്
കള്ളന്മാരെന്ന് അദ്ദേഹത്തെയോ അല്ലെങ്കിൽ സദസ്സിനെയോ വിളിച്ചു എന്ന് പറഞ്ഞുകൊണ്ടാണ് പ്രചരിപ്പിച്ചത്. നിങ്ങൾക്ക് ഞാൻ പറഞ്ഞത് മനസ്സിലായല്ലോ. എനിക്കെതിരെ കള്ളക്കത്തുകൾ കൊണ്ടുവന്ന കള്ളന്മാരെന്നാണ് ഞാൻ പറയുന്നത്. അത് വളരെ വ്യക്തമാണ്. അല്ലാതെ ഞാൻ ഒരിക്കലും എൻ്റെ സ്നേഹിതനെ പോലും, നദ്വി സാഹിബിനെ പോലും ഞാൻ എന്താക്കില്ല, കള്ളെന്ന് പറയില്ല. പിന്നെയല്ലേ മുഷാവറ അംഗങ്ങളായ തങ്ങളടക്കമുള്ളവരെ കള്ളൻ എന്ന് പറഞ്ഞ ഒരു പ്രചരണം, അതൊരിക്കലും എൻ്റെ ഭാഗത്തുണ്ടാവില്ല. അങ്ങനെ ഒരു ബുദ്ധിമോശമൊന്നും എനിക്കില്ല. അതൊന്ന് ക്ലിയർ ചെയ്യാനാണ്. പിന്നെ തങ്ങൾ ഇറങ്ങിപ്പോയി എന്നാണ് പറഞ്ഞത്. ഞാനും ആ കള്ളന്മാരിൽപ്പെട്ടവനല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് തങ്ങൾ ഇറങ്ങിപ്പോയി എന്നാണ് നദ്വി സാഹിബ് പറഞ്ഞത്. തങ്ങൾ പലപ്പോഴും ഇറങ്ങി പോവാറും വരാറുമുണ്ട്. യോഗത്തിനിടയിൽ നേതാക്കളൊക്കെ അങ്ങനെയാണ്. മൂത്രമൊഴിക്കാൻ പോകും, അതുപോലെ ഭക്ഷണം കഴിക്കാൻ പോകും, നിസ്കരിക്കാൻ പോകും, അങ്ങനെയൊക്കെ പലരും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇറങ്ങി പോകാറുണ്ട്. അങ്ങനെ ഒരു പോക്ക് അദ്ദേഹം പോയിട്ടുണ്ട്. അദ്ദേഹം പോയിട്ട് വിട്ടുപോയിട്ടില്ല. ഭക്ഷണം കഴിക്കാൻ പോയതാണ്. അങ്ങനെ ഭക്ഷണം കഴിച്ചു. അദ്ദേഹം പിന്നീട് യോഗ നടപടികൾ അദ്ദേഹം ഇറങ്ങിപ്പോകുമ്പോൾ അതുകൂടെ പറഞ്ഞിട്ടുണ്ട്, ഇനി ഒരുപാട് കത്തുകളുണ്ടല്ലോ, ആ കത്തുകൾ എന്നെ സംബന്ധിച്ച് മാത്രമല്ല ഒരുപാട് കത്തുകൾ വേറെയുണ്ട്, അതൊക്കെ ചർച്ച ചെയ്യാൻ എനിക്ക് ഒരുപാട് സമയമാവും. ഇപ്പം തന്നെ 2 മണിൻ്റെ അടുത്തായിട്ടുണ്ട്. ഇനി ഇവിടെയൊക്കെ ഷുഗർ രോഗമൊക്കെ ഉള്ള ആൾക്കാരാണ് ഇതിലുള്ളത്. അപ്പോൾ ഇന്ന് നമ്മൾ തീർക്കാൻ സാധിക്കില്ല എന്നുള്ള നിലയ്ക്ക് അദ്ദേഹം പറഞ്ഞതാണ്. അതുകൊണ്ട് നമുക്ക് പിന്നീട് അടുത്ത ഒരു ദിവസം തന്നെ, ഒരാഴ്ചയോ 10 ദിവസമോ കഴിഞ്ഞിട്ട് നമുക്ക് കൂടാമെന്ന് പറഞ്ഞിട്ടാണ് അദ്ദേഹത്തിൻ്റെ. അത് അദ്ദേഹം ഭക്ഷണം കഴിച്ചതിന് ശേഷം അദ്ദേഹം ചാനലുകാരൊക്കെ വിളിച്ചു കൂട്ടി ഇതിൻ്റെ റിലീസ് വളരെ വ്യക്തമായിട്ട് തീരുമാനങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഇത് വാസ്തവമാണല്ലോ. ആ സംഗതി ഈ രൂപത്തിൽ അതൊക്കെ നല്ല നിലക്ക് അവസാനിച്ചു. നല്ല തീരുമാനങ്ങൾ 3-4 തീരുമാനങ്ങൾ എടുത്തു. അങ്ങനെ പിരിഞ്ഞ ഒരു യോഗത്തെ സംബന്ധിച്ചിടത്തോളം, യോഗത്തിലെ ഒരു പ്രധാനപ്പെട്ട മെമ്പറായിരിക്കെ അദ്ദേഹം, എൻ്റെ സ്നേഹിതൻ, ഇങ്ങനെ ഒരു പരാമർശം നടത്തിയത് ഒരിക്കലും പാടില്ലാത്തതായിരുന്നു. അദ്ദേഹത്തിൻ്റെ സ്ഥാനത്തോട് യോജിച്ചതുമല്ല. അത് തീർച്ചയായിട്ടും അടുത്ത മുഷാവറയിൽ തന്നെ അതൊരു വിഷയമാകുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതിന് ഈ അച്ചടക്ക ലംഘനത്തിന് വേണ്ട കാര്യങ്ങളൊക്കെ അടുത്ത യോഗത്തിൽ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. എനിക്ക് അദ്ദേഹത്തോട് അത് പറഞ്ഞപ്പോൾ വിരോധമൊന്നുമില്ല. ഞാനൊരു സൗഹാർദ്ദ നിലക്ക് പറയാൻ അദ്ദേഹം പറയരുതായിരുന്നു എന്ന നിലയ്ക്ക് തന്നെയാണ്, എൻ്റെ സ്നേഹിതനെ നിലയ്ക്കാണ് പറയുന്നത്. ഇത്രയും എനിക്കതിനെ സംബന്ധിച്ച് പറയാനുള്ളൂ. അതുകൊണ്ട് ആരും ഈ പറഞ്ഞ നമ്മുടെ നദ്വി സാഹിബിൻ്റെ ചാനലോ അദ്ദേഹത്തിൻ്റെ വാർത്തകളോ കേട്ടുകൊണ്ട് വഞ്ചിതരാവരുത്, തെറ്റിദ്ധരിക്കരുത്. ബഹുമാനപ്പെട്ട സമസ്തക്ക് കരിവാരിത്തേക്കുന്ന ഒരു പ്രവൃത്തിയാണത്. അത് ആവർത്തിക്കാതെ ആറ് ഭാഗത്തുനിന്നും ഉണ്ടാകാൻ പാടില്ലാത്തതാണെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ വിഷയത്തിൽ ഒരു ക്ലാരിഫിക്കേഷൻ എല്ലാവരുടെയും അറിവിനായി കൊടുക്കുകയാണ്. ചുരുക്കി പറഞ്ഞാൽ ജിഫ്രി മുത്തുക്കോയ തങ്ങൾ പറയുന്നതും ഇവിടെ ഉമർ ഫൈസി പറയുന്നതും സംഗതി ഒന്നാണ്. വ്യത്യസ്തമായിട്ട് ഇവിടെ പറയുന്നത് ബഹാവുദ്ദീൻ നദ്വി ഉസ്താദാണ്. അപ്പോ ഇവിടെ ആര് പറഞ്ഞതാണ് ശരി, ആര് പറഞ്ഞതാണ് കളവ്? ഇവിടെ ഉമർ ഫൈസി ഇവിടെ പറയുന്നത് ഈ കത്ത് കൊടുന്ന ആള് കള്ളനാണ് എന്നാണ്. ഏതായിരുന്നാലും ഇവിടെ ഒരു വിഷയം ഉറപ്പാണ്, ഈ കത്ത് കൊടുത്ത കള്ളന്മാർ എന്നുള്ളത് പരാമർശിക്കപ്പെട്ടിട്ടുണ്ട്. എന്നാൽ ഈ കത്ത് കൊടുത്ത കള്ളന്മാർ ആരാണ്? അവരെ കുറിച്ച് ഇവിടെ പരാമർശിക്കപ്പെട്ടല്ലോ. അവർക്ക് എന്തായിരുന്നാലും ഒരു വിരളി പിടിക്കേണ്ടതാണ്. അങ്ങനെ വിരളി പിടിച്ചുകൊണ്ട് അതാ വേറൊരാള് ചാനലിന് മുമ്പിൽ വരുന്നുണ്ട്. സംസ്ഥാന നേതാവ് അബ്ദുൾ സമദ് പൂക്കോട്ടൂർ ഇപ്പോൾ മാധ്യമങ്ങൾ കാണുന്നു. എന്റെ തത്സമയം അഭിനന്ദനങ്ങൾ പറഞ്ഞു. പോലീസിനും ഞങ്ങൾക്ക് അഭിനന്ദനം കിട്ടി. കാരണം ഒരു പ്രശ്നവും ഉണ്ടാക്കാതെ തിരുവനന്തപുരം നഗരത്തിൽ ഇഷ്ടംപോലെ സമരങ്ങൾ കണ്ടതാണ്. പ്രശ്നങ്ങളും കുഴപ്പങ്ങളും ഉണ്ടാകാറ് പതിവാണ്. സമാധാനപരമായ ഒരു സമരം നടത്തിയപ്പോൾ സ്വാഭാവികമായും അതിനെ അവർ അംഗീകരിച്ചു. അതോടൊപ്പം തന്നെ വാർത്ത കേട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇങ്ങനെ ഒരു വാർത്ത കേട്ടപ്പോൾ ഞങ്ങൾ അത്ഭുതപ്പെട്ടു പോയി. അതേക്കുറിച്ച് അന്വേഷിച്ചപ്പോൾ അങ്ങനെ ഉണ്ട് എന്ന് ചില ആളുകൾ മാധ്യമപ്രവർത്തകർ തന്നെ പറയുകയും അവർക്ക് എവിടുന്ന് വിവരം കിട്ടിയെന്ന് ചോദിച്ചാൽ അവർ തുറന്ന് പറയില്ലല്ലോ. മാധ്യമപ്രവർത്തകർ വീണ്ടും റിപ്പോർട്ട് ചെയ്തു. അതിന്റെ അടിസ്ഥാനത്തിൽ ഈ സംഭവം ഞങ്ങൾ മനസ്സിലാക്കി. പക്ഷേ അതിൽ ഒരു മാധ്യമത്തിൽ വന്ന, ഒരു വിഷ്വൽ മീഡിയയിൽ വന്ന ഒരു വിവരണത്തിൽ കൃത്യമായി പറയുന്നുണ്ട് ബഹാവുദ്ദീൻ മുഹമ്മദ് നദ്വിയാണ് ഉമർ ഫൈസിയോട് പുറത്തു നിൽക്കാൻ പറഞ്ഞത് എന്ന്. അത് അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രയാസമുണ്ടാക്കി എന്ന് അദ്ദേഹം പറയുകയും അത് ക്ലാരിഫൈ ചെയ്യേണ്ട കടമ എനിക്കുണ്ടായതുകൊണ്ട് നേരത്തെ ഇവരും പുറത്തറിഞ്ഞ സാഹചര്യത്തിൽ ഞാനാണ് പുറത്താക്കാൻ ശ്രമിച്ചത് എന്ന, അല്ലെങ്കിൽ ഞാനാണ് പുറത്തു നിൽക്കാൻ പറഞ്ഞത് എന്ന രീതിയിൽ ഒരു വാർത്ത വരുമ്പോൾ എന്നെ പലരും വിളിച്ചപ്പോഴാണ് ഞാനത് ശ്രദ്ധിച്ചത്. അതുകൊണ്ട് എനിക്കത് ക്ലാരിഫൈ ചെയ്യേണ്ടി വന്നു. അതുകൊണ്ട് എന്നെ ഒരാൾ വിളിച്ചപ്പോൾ ഞാൻ കൃത്യമായി കാര്യം പറഞ്ഞു. അദ്ദേഹം അത് പറയുന്നതിൻ്റെ ഏകദേശം 2.5 മണിക്കൂർ മുമ്പ് തന്നെ ഈ വിവരം പുറത്തായിട്ടുണ്ട്. ബഹാവുദ്ദീൻ മൗലവി അല്ല പുറത്താക്കിയത്. അദ്ദേഹം പുറത്തായപ്പോൾ അദ്ദേഹത്തെ ബാധിക്കുന്ന ഒരു പ്രശ്നമുണ്ടായത് അദ്ദേഹം ക്ലാരിഫൈ ചെയ്യുക മാത്രമാണ് ചെയ്തത്. ആ കാര്യത്തിൽ അദ്ദേഹത്തെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല എന്നാണ് ഇതിൽ നിന്നും എനിക്ക് മനസ്സിലാവുന്നത്. കാരണം ഞാൻ 2.5 മണിക്ക് 2:30-3 മണിയോടുകൂടി വിവരം അറിഞ്ഞു. അതിനുശേഷം അദ്ദേഹം ഇങ്ങനെ ഒരു വോയിസ് ഇടുന്നത് ഏകദേശം 6:30 എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. 7 മണിക്ക് ശേഷമാണ് തിരുവനന്തപുരത്ത് ഞാനത് കേൾക്കുന്നത്.
നിങ്ങൾക്ക് തന്നെ അനുഭവം ഉണ്ടല്ലോ, മാധ്യമപ്രവർത്തകർ ചോദിക്കണമെങ്കിൽ ഇരുത്തം വന്ന മാധ്യമപ്രവർത്തകരാണ് മലപ്പുറത്തുള്ള മാധ്യമപ്രവർത്തകരെന്ന് എനിക്കറിയാം. നിങ്ങൾ തമ്മിൽ വളരെ ദീർഘകാല ബന്ധമുണ്ട്. നിങ്ങളുടെ ക്രെഡിബിലിറ്റി എനിക്കറിയാം. അതുകൊണ്ട് തന്നെ ഉമർ ഫൈസിയെ പോലെയുള്ള ഒരു വ്യക്തിയെക്കുറിച്ച് നിങ്ങൾ അങ്ങനെ ചോദിക്കണമെങ്കിൽ ആ ചോദ്യത്തിൽ തന്നെ അദ്ദേഹത്തിൻ്റെ അപക്വമായ ചില പെരുമാറ്റങ്ങളുണ്ട് എന്ന് നമുക്ക് ഊഹിക്കാവുന്നേ ഉള്ളൂ. അദ്ദേഹത്തോട് ഞാൻ തന്നെ നേരിട്ടും നമ്മുടെ സഭയിലൊക്കെ ഇരിക്കുന്ന സമയത്ത് ഞങ്ങൾ സൗഹൃദ ചർച്ച നടത്താറുണ്ട്, പല കാര്യത്തിൽ ഞങ്ങൾ ഒരുമിച്ച് നിൽക്കാറുണ്ട്. ഇപ്പോഴും നല്ല സുഹൃബന്ധമാണ് പുലർത്തുന്നത്. അദ്ദേഹത്തോട് പലപ്പോഴും ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, എൻ്റെ വീട്ടിൽ അദ്ദേഹം എൻ്റെ മകൻ്റെ കല്യാണത്തിന് അടുത്ത ദിവസം വന്നിരുന്നു. അന്ന് അദ്ദേഹത്തോട് ഞാൻ കൃത്യമായി പറഞ്ഞു, നിങ്ങൾ കോഴിക്കോട് പ്രസംഗിച്ചപ്പോൾ പരസ്യമായി മാധ്യമപ്രവർത്തകരെ നോക്കി എനിക്കെതിരെ സമസ്ത നടപടിയെടുത്തു എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ മാധ്യമങ്ങൾ പ്രചരിപ്പിക്കുന്നു, അദ്ദേഹം ഒരു മോശപ്പെട്ട ഒലക്കയാണ് നടപടി എന്നൊരു പ്രയോഗം പ്രയോഗിച്ചു. അങ്ങനെയൊക്കെ നിങ്ങൾ പറയുന്നത് തെറ്റല്ലേ ഉമർ ഫൈസി എന്ന് ഞാൻ ചോദിച്ചു. അത് സമസ്തയുടെ ഒരു ക്രെഡിറ്റിനെ ബാധിക്കില്ലേ, ക്രെഡിബിലിറ്റിയെ നിങ്ങൾക്കും ബാധിക്കില്ലേ എന്നൊക്കെ ചോദിച്ചപ്പോൾ അദ്ദേഹം തമാശയ്ക്ക് ചിരിച്ചുകൊണ്ട് പറഞ്ഞു, അതുകൊണ്ടല്ലേ അത് ഇഷ്യൂ ആയത് അതുകൊണ്ടല്ലേ എന്നാണ് അദ്ദേഹം പ്രതികരിച്ചത്. എന്ന പോലെയാണ് ഇപ്പോൾ അദ്ദേഹം ഇന്നലെ കാവനൂരിൽ പ്രസംഗം നടത്തിയത്. എന്താണ് ഞാൻ പറയേണ്ടതില്ലല്ലോ. സഭ്യതര ഭാഷകൾ ഉപയോഗിക്കുന്നത് മര്യാദയാണോ? അത് ഞാൻ മനസ്സിലാക്കിയിടത്തോളം ഹൈന്ദവ ദർശനം അനുസരിച്ച്, ഉദാഹരണമായി ശൈവപുരാണമൊക്കെ അനുസരിച്ച് ആദിപരാശക്തിയുടെ യഥാർത്ഥ അവതാരമാണ്, പൂർണ്ണാവതാരമാണ് പാർവതി. ശിവൻ ഒരു ആത്മാവ് അല്ലെങ്കിൽ ഒരു ശരീരമാണെങ്കിൽ ശക്തി എന്ന് പറയുന്നത് ശരിക്കും പാർവതിയാണ്. അപ്പോൾ പാർവതിയെ ആദരിക്കുന്ന ബഹുമാനിക്കുന്ന ഒരുപാട് ആളുകൾ നമ്മുടെ സമൂഹത്തിലുണ്ടാവും. അവരൊക്കെ വേദനിപ്പിക്കുന്ന തരത്തിൽ ഇത്തരം ഒരു പരാമർശം നടത്തുക എന്നത് ഇസ്ലാമികമായി ചിന്തിച്ചാൽ അത് ഖുർആനിലൊരു വചനമുണ്ട്, വലാ തസുബുല്ലദീന യദ്ഊന മിൻ ദൂനില്ല എന്നുള്ളത്. അതിൻ്റെ അർത്ഥം മറ്റുള്ളവർ ആരാധിക്കുന്ന ആരാധ്യ വസ്തുക്കളെ കുറ്റപ്പെടുത്താൻ പാടില്ല, ആക്ഷേപിക്കാൻ പാടില്ല. അവിടെ അങ്ങനെ ഒരു വ്യംഗ്യമായെങ്കിലും അല്ലെങ്കിൽ ഇനി എങ്ങനെയാണെങ്കിലും അദ്ദേഹം അങ്ങനെ പ്രയോഗം നടത്തിയത് ഖേദകരമായി പോയി എന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം അത് മറ്റു മതസ്ഥർ ഇഷ്യൂ ആക്കാതിരിക്കട്ടെ, നിങ്ങളത് ഓൺ ചെയ്യരുത്. കാരണം അത് ഓൺ ചെയ്താൽ നമ്മുടെ നാട്ടിൽ നിൽക്കുന്ന മതസൗഹൃദത്തെ ബാധിക്കുമെന്ന് മാത്രമല്ല, സമസ്ത എന്ന് പറയുന്ന ഇക്കാലം അത്രയും അന്തസ്സോടെ നിലനിൽക്കുന്ന ഒരു വലിയ പ്രസ്ഥാനം, 100 തികയുന്ന ഒരു പ്രസ്ഥാനമാണ്. മാത്രമല്ല സമസ്തയുടെ ഒരു പാഠപുസ്തകത്തിൽ തന്നെ പഠിപ്പിക്കുന്നുണ്ട് ഹുബ്ബുൽ വത്തൻ, സ്വരാജ്യ സ്നേഹം. നിങ്ങൾക്കറിയാമല്ലോ 10,000-ൽ പരം മദ്രസകളുണ്ട്, 100,000 ഓക്കെ, സംസ്ഥാന നേതാവ് അബ്ദുൾ സമദ് പൂക്കോട്ടൂർ മലപ്പുറത്ത് മാധ്യമങ്ങളെ കാണുകയായിരുന്നു. അതിന്റെ ചുരുക്കി പറഞ്ഞാൽ എന്താണ് പ്രശ്നമെന്ന് ചോദിച്ചാല് രാഷ്ട്രീയവും മതവും തമ്മിൽ കൂട്ടിക്കെട്ടി കൊണ്ടുപോകാനുള്ള ഒരു പ്രയാസം, അതിനുള്ള ഒരു ബുദ്ധിമുട്ടാണ് ഈ കാണുന്നത് എന്നാണ് ഇതിനെക്കുറിച്ച് പറയാനുള്ളത്. ഇവിടെയാണ് നാം ശരിക്കൊരു നിലപാടെടുക്കേണ്ടത്. മതം വേറെ രാഷ്ട്രീയം വേറെ എന്നുള്ള ഒരു നിലപാട്. ആ നിലപാടിലേക്ക് എത്തിക്കഴിഞ്ഞാൽ എല്ലാ പ്രശ്നങ്ങളും അവിടെ തീരും. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത്തരത്തിലുള്ള സംഘടനാപരമായിട്ടുള്ള പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഒക്കെ തീർത്ത് എല്ലാവർക്കിടയിലും ഒരു ഐക്യമുള്ള ഒരു മനോഭാവം അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ.